ശ്രീ എസ് ഡിന്നി വളരെ നിഷ്കളങ്കമായി വളരെ സ്വദേശത്തോടുകൂടി കൊണ്ടുവരുന്ന ഒരു ബിൽ എങ്ങനെയാണ് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആയുധമാക്കാൻ BJP ആലോചിച്ചിട്ടുള്ളത് എന്നതിൻ്റെ കാര്യകാരണങ്ങളാണ് ഡോക്ടർ വി ശിവദാസൻ ഇത്രയും നേരം കൊണ്ട് അദ്ദേഹം പറഞ്ഞു തീർത്തത്. രണ്ട് കാര്യങ്ങളിലാണ് പ്രധാനമായിട്ട്. ഒന്ന്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലെയുള്ള കേന്ദ്ര ഏജൻസികളെ കൊണ്ട് ആവശ്യത്തിനും അനാവശ്യത്തിനും കേസെടുപ്പിക്കുകയും ഈ അധികാരത്തിലിരിക്കുന്ന സർക്കാരിനെ അല്ലെങ്കിൽ മന്ത്രിമാർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യുകയും കോടതിയിൽ വരുമ്പോൾ അതെല്ലാം പൊട്ടിപ്പാളിപ്പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൺവിക്ഷൻ റേറ്റ് ഏറ്റവും കുറഞ്ഞു പോയതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് കാരണം എന്താണ് എന്ന് കോടതി ചോദിക്കുന്ന ഘട്ടം വരെ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് വളരെ നിഷ്കളങ്കമായി BJP പറയുന്നത് അഴിമതിരഹിത ഭരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നടപടി സ്വീകരിക്കുന്നതെന്നാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു ലീഗൽ പ്രിൻസിപ്പിൾ അത് ഏറ്റവും അടിസ്ഥാന തത്വം അത് പറയാൻ നമ്മളോടൊപ്പം അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനുണ്ട്. ഇന്നസെന്റ് അണ്ടിൽ പ്രോവൻ ഗിൽറ്റി എന്നതാണ്. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നതുവരെ നിരപരാധിയായി കണക്കാക്കണം എന്നതാണ് നമ്മുടെ നിയമസംഹിതയുടെ അടിസ്ഥാന തത്വം. അതാണ് അമിത്ഷായോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ കുറ്റാരോപിതനായിരുന്നപ്പോൾ എൻ്റെ ആ പദവി ഞാൻ ഉപേക്ഷിച്ചു, കോടതി എന്നെ കുറ്റവിമുക്തനാക്കിയപ്പോൾ ശേഷമാണ് ഞാൻ ആ പദവിയിലേക്ക് വന്നതെന്ന്. ആ ആനുകൂല്യം എന്നത് അല്ലെങ്കിൽ ആ അവകാശം എന്നത് രാജ്യത്ത് ഏതൊരു പൗരനുമുള്ളതാണ്. അത് മുഖ്യമന്ത്രി ആയാലും ശരി, മന്ത്രിമാരായാലും ശരി, പ്രധാനമന്ത്രി ആയാലും ശരി. അങ്ങനെ ഈ നിയമത്തിൻ്റെ അടിസ്ഥാന തത്വത്തെ വെല്ലുവിളിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലെയുള്ള കേന്ദ്ര ഏജൻസികൾ വ്യാപകമായി രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന ആക്ഷേപങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ ബില്ല് കൊണ്ടുവരുന്നത് പ്രതിപക്ഷം കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഭരണം അട്ടിമറിക്കുക എന്ന BJPയുടെ ദുഷ്ടലാക്കാണ് എന്ന് സംശയിക്കുന്നതിൽ എന്താണ് പിശക്? ശ്രീ ഗോപി, ഞാനിതിനകത്ത് ശ്രീ ഗോപിയുടെ ആ ഒരു ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് നിയമം ഒരേപോലാണ് എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്. ഇതുകൊണ്ട് എന്താണ് ഈ ഒരു ബില്ലിൻ്റെ ഉദ്ദേശം? അത് വളരെ സിമ്പിളായിട്ട് ഒറ്റ ലൈനിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി സർക്കാരുകൾ ജയിലിൽ നിന്ന് ഭരണം ചെയ്യത്തില്ല. അതാണ് ഈ ഒരു ബില്ലിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഫാക്ട് എന്ന് പറഞ്ഞാൽ, സർക്കാരുകൾ ഇനി ജയിലിൽ നിന്ന് ഭരണം ചെയ്യത്തില്ല. അതാണ് അതിൻ്റെ എസൻസ് ഓഫ് ദിസ് ആക്ട്. ഇനി എന്തുകൊണ്ടാണ് സർക്കാരുകൾ അങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നേരത്തെ ശ്രീ ഗോപി തന്നെ പറഞ്ഞു. ഇപ്പം നമ്മളെ മുന്നിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അതായത് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടും ജയിലിലിരുന്നിട്ടും അവിടെ നിന്ന് ഭരിക്കുന്ന ഒരു ധാരാളം എക്സാമ്പിൾസ് നമ്മളെ മുന്നിലുണ്ട്. സുപ്രീം കോടതിക്ക് തന്നെ പറയേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട്. തമിഴ്നാട് മിനിസ്റ്ററിനെ കുറിച്ച് നിങ്ങൾ റിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ മറ്റ് നടപടി ഞങ്ങൾ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ മന്ത്രിക്ക് പോലും മാറി വരുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ കേസ് ശ്രീ ഗോപി പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു പവറിൽ ഇരിക്കുന്ന ഒരാള് അദ്ദേഹം ആ ലോയിന്റെ ലൂപ്പ് ഹോൾ വെച്ചിട്ട് അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കാം എന്നുള്ള ഒരു ധാരണയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ സാധാരണക്കാരോ ഒരു വ്യക്തി അവന്റെ വോട്ട് അവകാശം അല്ലെങ്കിൽ അവളുടെ വോട്ട് അവകാശം വെച്ച് ഒരാളെ എലക്ട് ചെയ്ത് പോകുമ്പം അവിടെ കറപ്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ, അവിടെ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് എന്നുള്ളത് നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ചെയ്യുക? ഒരു കാര്യത്തിൽ നമ്മൾ ആരും, ഇൻക്ലൂഡിങ് ബഹുമാനപ്പെട്ട MP ശ്രീ ശിവദാസൻ ആയാലും ശരി, ഡോക്ടർ ഷമാ മുഹമ്മദ് ആയാലും ശരി, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ശരി, ശ്രീ ഗോപി ആയാലും ശരി, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായാലും ശരി, ആരും ഒരു കാര്യത്തിൽ യോജിക്കാതിരിക്കത്തില്ല. അതായത് രാഷ്ട്രീയത്തിൽ ഏത് പാർട്ടിയാലും ശരി, രാഷ്ട്രീയത്തിൽ ദർ ഇസ് ക്രിമിനലൈസേഷൻ. അതായത് ഇതിനകത്ത് ഒരു കറപ്ഷനും ക്രിമിനലൈസേഷനും ഉണ്ട് എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. അതിനെ നമുക്ക് എങ്ങനെ കുറച്ചുകൊണ്ട് വരാം എന്നുള്ള ശ്രമമാണ് നമ്മൾ കണ്ടത്. സുപ്രീം കോടതിയുടെ ധാരാളം ഓർഡേഴ്സ് ഉണ്ട്. 2002 സുപ്രീം കോടതി പറഞ്ഞു, ഒരു പൗരന് ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ആ പൗരന് അറിയണം ഞാൻ ഇലക്ട് ചെയ്യാൻ പോകുന്ന MP അല്ലെങ്കിൽ MLAക്ക് എത്രമാത്രം ക്രിമിനൽ കേസസ് ഉണ്ടെന്ന്. അങ്ങനത്തെ ഉള്ള ഒരു സാഹചര്യമാണ്. നോക്കൂ, ഇപ്പം ഞാൻ പറഞ്ഞില്ല സാധാരണക്കാരുടെ കാര്യം. ഒരു സാധാരണ വ്യക്തി റോഡിലൂടെ പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് നടക്കുകയാണെങ്കിൽ ആ സിസ്റ്റം മൊത്തം അവിടെ വരും, അവന് പീനലൈസ് ചെയ്യും. ഒരു ട്രാഫിക് റൂൾ, ഒരു ഹെൽമെറ്റ് ഇല്ലാതെ പോയാൽ തന്നെ അതിന് ശിക്ഷയുണ്ട്, അതിന് ചെയ്യും. ഇപ്പൊ നോക്കൂ, ഇന്നലെയോ മെനിഞ്ഞാന്നാണോ 2 യുവാക്കൾ പോലീസിനെ കണ്ട ഉടനെ എടുത്ത് വെള്ളത്തിൽ ചാടി, അതിനകത്ത് ഒരു യുവാവ് മരിച്ചു. അപ്പൊ സിസ്റ്റമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഇനി അതിൽ മുകളിലുള്ള ഒരു സ്റ്റെപ്പ് നോക്കൂ, ഗവൺമെന്റ് ഓഫീഷ്യൽസിന് എന്താണ് അവരുടെ റൂൾ? 48 മണിക്കൂർ ഗവൺമെന്റ് ഓഫീഷ്യൽസിലെ ആരെങ്കിലും അറസ്റ്റ് ചെയ്താൽ അവർ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് സസ്പെൻഷനിൽ പോകും. ഓൾറെഡി സസ്പെൻഷനിലാണെങ്കിൽ സസ്പെൻഷൻ കണ്ടിന്യൂ ചെയ്യും, സസ്പെൻഷൻ അല്ലെങ്കിൽ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് സസ്പെൻഷനിൽ പോകും. അപ്പൊ സാധാരണക്കാർക്കും ഞാനൊരു കാര്യം പറയട്ടെ ശ്രീ എസ് ഡിന്നി, താങ്കൾ കൊണ്ടുവരുന്ന ഒരു ഉപമയും ഉദാഹരണവും എനിക്ക് മനസ്സിലായി. ഒറ്റ കാര്യം അതിനിടയിൽ ഞാൻ പറയട്ടെ, അതിന്റെ രാഷ്ട്രീയ ഭാഗം പറയട്ടെ. 2014 മുതൽ 'അഴിമതി അന്വേഷണം നേരിടുന്ന 25 പ്രതിപക്ഷ നേതാക്കളാണ്
BJP-യിൽ ചേർന്നത്? താങ്കൾക്കറിയുമോ? 25 പ്രതിപക്ഷ നേതാക്കളാണ് BJP-യിൽ ചേർന്നത്. കാരണം അവർക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച്, അങ്ങനെയാണെങ്കിൽ അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ട നേതാക്കൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള ധാർമ്മിക കരുത്ത് എന്താ BJP-ക്ക് ഇല്ലാത്തത്? ശ്രീ ഗോപി, ഞാൻ അതിലേക്ക് വരാം. എനിക്ക് അതിനകത്ത് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ട്. നേരത്തെ ശ്രീ ശിവദാസനും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് മാണി സാറിനെ അവിടുത്തെ അസംബ്ലിയിൽ വെച്ച് എന്തൊക്കെയാണ് ഈ CPM ഗവൺമെന്റ് അന്നത്തെ ഒപ്പോസിഷൻ ചെയ്തിട്ടുള്ളത്? എന്തൊക്കെയായിരുന്നു ചെയ്തത്? നമ്മൾ ആ അസംബ്ലിയിലുള്ള കലാപരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഇന്ന് അതിനകത്ത് പലരും ഇന്ന് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരിക്കുകയാണ്. അതേ ഇന്നിപ്പോ ആ മാണി സാറിന്റെ ജോസ് കെ മാണി ഏത് ഗ്രൂപ്പിന്റെ കൂടാണ്? എവിടാണ്? അതുകൊണ്ട് അതൊക്കെ ചെയ്യാനാണോ BJP ഉദ്ദേശിച്ചിരിക്കുന്നത്? 25 പ്രതിപക്ഷ നേതാക്കൾ BJP-യിൽ ചേർന്നപ്പോൾ 23 കേസുകളിൽ 23 പേർക്ക് അവരുടെ കേസുകളിൽ ഇളവ് ലഭിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ അഴിമതി ആരോപണം ഉന്നയിച്ച ഈ നേതാക്കളിൽ 23 പേർക്ക് കേസുകളിൽ ഇളവ് ലഭിച്ചു. 20 എണ്ണത്തിൽ അന്വേഷണം നിർത്തിവെച്ചിരിക്കുകയാണ്. എന്താ കാരണം? അവരെ BJP പാട്ടിലാക്കി കൂടെ വെച്ചിരിക്കുന്നു. അതാണ് കാരണം. അത് ശ്രീ ഗോപികൃഷ്ണന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അതെന്താണ് ഇത്? അതൊക്കെ പ്രൊസീജിയറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സുപ്രീം കോടതിയുണ്ട്, ഹൈക്കോടതിയുണ്ട്, മറ്റ് ജുഡീഷ്യൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ സുപ്രീം കോടതി തന്നെയാണ് പലപ്പോഴും പല ഇൻസ്ട്രക്ഷൻസും, പലപ്പോഴും പല കമന്റ്സും, പലപ്പോഴും പല ജഡ്ജ്മെന്റ്സ് ഒക്കെ തന്നിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് ഇപ്പൊ ED എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ചെയ്യാണ്, PMLA ആക്ട് പ്രകാരം എക്സ്ട്രാ ചെയ്യുകയാണെങ്കിൽ അവിടെ സുപ്രീം കോടതി കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, അതിന്റെ റൂൾസ് എങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ള ഒരു സിസ്റ്റം നമ്മളിൽ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ അതിന്റെ വേറൊരു വശം മാത്രമാണ്. അതിനകത്ത് ഈ ഒരു കാര്യത്തിൽ നമ്മൾ പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അതിനകത്ത് ഞാൻ ബാക്കിൽ പോയാണ്. അതായത് ഒരു സാധാരണക്കാർ ഒരാൾക്കും ഒരു നിയമം, ഗവൺമെന്റ് ഒഫീഷ്യൽസിന് ഒരു നിയമം. പക്ഷേ ഒരു മന്ത്രി, അത് സ്റ്റേറ്റിലായാലും ശരി, ഒരു ചീഫ് മിനിസ്റ്റർ ആയാലും ശരി, ഒരു മന്ത്രി യൂണിയൻ ആയാലും ശരി, പ്രൈം മിനിസ്റ്റർ ആയാലും ശരി, അവർ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റ്, ഒരു ക്രിമിനൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു കറപ്ഷൻ ചെയ്യുകയാണെങ്കിൽ, അതായത് 5 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റം ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കോർട്ടിന്റെ ഓർഡറിന്റെ ബേസിൽ, അതായത് മുൻകൂർ ജാമ്യം, ബെയിൽ കിട്ടാതെ വന്നിട്ട് അറസ്റ്റ് ചെയ്തിട്ട് 30 ദിവസത്തിനുള്ളിൽ വീണ്ടും ജുഡീഷ്യൽ പ്രോസസ്സിലൂടെ ഡിസ്ട്രിക്ട് കോർട്ടിൽ പോയി, ഹൈക്കോടതി പോയി, സുപ്രീം കോടതി പോയിട്ട് ഒരു ബെയിൽ വാങ്ങിക്കാൻ പറ്റാത്ത രീതി. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതെല്ലാം പവർഫുൾ ആയിട്ടുള്ള ആളുകളാണ്. ഈ പവർഫുൾ ആയിട്ടുള്ള ആളുകൾ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് 30 ദിവസത്തിനുള്ളിൽ ഒരു ബെയിൽ ഓർഡർ വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ 31-ാം ദിവസം ഒന്നീ അവർ രാജിവെക്കണം, അല്ലെങ്കിൽ അവർ അതിനകത്ത് അത് മാറും എന്നുള്ളതാണ്. ഇനി അതിന്റെ വേറെന്താണ്? 32-ാം ദിവസം അവർക്ക് ബെയിൽ കിട്ടുകയാണെങ്കിൽ അവർ വീണ്ടും അതിനകത്ത് തിരിച്ചു വരാം. അപ്പൊ എവിടാണ് ഈ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു സാധാരണക്കാര് കാര്യമേ ഉള്ളൂ. ഒരേ ഒരു കാര്യത്തിലാണ് പ്രശ്നം. അവർ BJP-യിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ സുരക്ഷിതരായി. അതാണ് അതിലെ പ്രശ്നം. ഈ ആരോപണ വിധേയരായിട്ടുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷിയിലെ നേതാക്കളുണ്ടല്ലോ, അവർ BJP-യിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ അവർ സംശുദ്ധരായി, വിശുദ്ധരായി, സുരക്ഷിതരായി. അതാണ് ഈ രാജ്യത്തിന്റെ അനുഭവം. ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശ്രീ ഗോപി, അതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യം മാത്രമാണ്. ഇപ്പൊ ഞാൻ ജോസ് കെ മാണിയുടെ കാര്യം പറഞ്ഞു. ഇതേപോലെ തന്നെ ഇപ്പൊ സഡൻലി ഇപ്പൊ കറപ്ഷൻ ആയിട്ടുള്ള എക്സാമ്പിളാണ്. അതുപോലെ തന്നെ സെക്യുലറിസത്തെ നോക്കൂ. ശിവസേന എന്ന് പറഞ്ഞ ഉദ്ധവ് ഠാക്കറെ ഏറ്റവും വലിയ ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ള ആളുകളായിട്ടാണ് കോൺഗ്രസും കണ്ടിട്ടുള്ളത്. ഇന്ന് അവർ ഉദ്ധവ് ഠാക്കറെ എവിടെയാണ്? ഇന്ന് കംപ്ലീറ്റ്ലി അദ്ദേഹം സെക്യുലറായി മാറിയിരിക്കുകയാണ്. അപ്പൊ അതൊരു ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അതും പറയാം. ഏക്നാഥ് ഷിൻഡെ വിഭാഗം ശിവസേനയിൽ നിന്ന് പിരിഞ്ഞ് BJP-യുമായി ചേർന്നു സർക്കാർ ഉണ്ടാക്കാൻ ഇല്ലേ? തൊട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്ക് അജിത് പവാർ NCP-യിൽ നിന്ന് NDA-യിലേക്ക് ചേർന്നു. പിന്നെ അജിത് പവാറും പ്രഫുൽ പട്ടേലും അവർക്കുണ്ടായിരുന്ന കേസുകളൊക്കെ പിന്നീട് തേച്ചുമാച്ചു പോയി. അഴിമതി ആരോപണ കേസുകളൊക്കെ എവിടെ പോയി? ശ്രീ SDD, എന്ത് അന്വേഷണം നടന്നു? അതിനെ ഇതിലേക്കൂടെ കൂട്ടിക്കുഴക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വെച്ചാൽ അഴിമതി രഹിത സദ്ഭരണം കൊണ്ടുവരാനല്ലേ ശ്രീ SDD വളരെ പ്രയാസപ്പെട്ട് ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്? അതെ. അപ്പോൾ അഴിമതി ആരോപണ വിധേയരായ അന്വേഷണ ഏജൻസികളുടെ റഡാറിൽ ഉണ്ടായിരുന്ന ആളുകൾ BJP-യിലേക്ക് എത്തുമ്പോഴേക്കും കേസ് നിൽക്കുന്നു, കേസ് ഇഴയുന്നു, കേസ് പിന്നെ അങ്ങോട്ട് പോകുന്നില്ല. അവർ കുറ്റവിമുക്തരാക്കപ്പെടുന്നു, വിശുദ്ധരാക്കപ്പെടുന്നു. BJP-യിൽ ജ്ഞാനസ്നാനം ചെയ്തു കഴിയുമ്പോൾ ഇല്ല, അതൊരു നരേറ്റീവ് മാത്രമായിട്ട് ശ്രീ ഗോപി പല കാര്യങ്ങളും നോക്കൂ. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് എത്രമാത്രം അഴിമതി നടന്നിട്ടുണ്ട്?
അപ്പൊ അതിനകത്തുള്ള കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ കണ്ടെത്തിയോ? അതിനകത്ത് ഒരു കണ്ടെത്തിയോ? പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഴിമതി കണ്ടെത്തിയോ? നടപടികളുമായി പോയോ? ഏതെങ്കിലും ഒരു കോർട്ട് ഓഫ് ലോയിൽ അത് തെളിയിക്കപ്പെട്ടോ? എടുത്തു കഴിഞ്ഞാൽ ഒരു കോടതിയിൽ തെളിയിച്ചോ? ഏതെങ്കിലും കേസ് എടുത്തില്ലെങ്കിൽ അത് അല്ലല്ല, താങ്കൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട അഴിമതിയെ കുറിച്ച് പറഞ്ഞു ശ്രീ എസ് ഡിനി. ലെറ്റ് us call a spade a spade. അതായത് താങ്കൾ ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അഴിമതിയെ കുറിച്ച് പറഞ്ഞു. എന്താണ് ആ അഴിമതിയുമായി ബന്ധപ്പെട്ട കോടതിയിലെ കേസുകളുടെ സാഹചര്യം? എന്താണ് അതിൽ സംഭവിച്ചിരിക്കുന്നത്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവിടെ അന്വേഷിച്ചല്ലോ, CBI അന്വേഷിക്കാൻ വന്നല്ലോ. എന്തായി ആ കേസിന്റെ ഒക്കെ ഭാവി? അവിടെയും ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ ശ്രീ ഗോപി? എത്ര വർഷമായി? അല്ല, അതാ ഞാൻ പറഞ്ഞത്, അവിടെ എത്ര വർഷമായി നടന്നുകൊണ്ടിരിക്കുകയല്ലേ? എത്ര വർഷങ്ങളായി അറസ്റ്റ് ചെയ്തില്ല. അപ്പൊ എന്താണ് കോൺഗ്രസ് പറയുന്നത്? അവിടെ അന്തർധാര എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഡബിൾ സ്റ്റാൻഡേർഡ്സ് പറ്റത്തില്ലല്ലോ. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡിൽ നിൽക്കൂ. എന്നോടാണെങ്കിൽ ഒറ്റ സ്റ്റാൻഡേർഡേ ഉള്ളൂ. അതെന്താണെന്ന് പറഞ്ഞാൽ BJP-യിലേക്ക് വന്നു കഴിഞ്ഞാൽ ആളുകൾ വിശുദ്ധരായി മാറുന്നതിന്റെ അല്ലെങ്കിൽ മറിമായം എന്താണ്? എന്തുകൊണ്ടാണ് നിങ്ങൾ അഴിമതി രഹിത ഭരണമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അഴിമതി ആരോപണ വിധേയരായ ആളുകൾ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വേണ്ട എന്ന് BJP തീരുമാനമെടുക്കാത്തത് എന്താണ്? And what is the moral standard? പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ശ്രീ ഗോപി. അത് ശ്രീ ഗോപിയുടെ അഭിപ്രായമാണ്. അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സോറി ശ്രീ എസ് ഡി, ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു അവസരമായി ഇത് ഈ ഒരു ചർച്ചയിൽ ഞാൻ ഉപയോഗിക്കാറില്ല. താങ്കളെ പോലുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്നവരുടെ അഭിപ്രായം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് എന്റെ ഉദ്ദേശം. ഏതായാലും ശ്രീ എസ് ഡി, ഞാൻ വളരെ പെട്ടെന്ന് ഒരു ഇടവേള എടുക്കുകയാണ്. എനിക്കറിയാം കഴിഞ്ഞ തവണ ചർച്ചയിൽ വന്നപ്പോൾ താങ്കൾക്ക് മതിയായ സമയം കിട്ടിയില്ല എന്നൊരു പരാതി താങ്കൾക്കുണ്ടായിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളിൽ താങ്കൾക്ക് ആദ്യഘട്ടത്തിൽ പറയേണ്ട കാര്യങ്ങൾ താങ്കൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ വളരെ പെട്ടെന്ന് ഒരു ഇടവേള എടുക്കുന്നു. ഡോക്ടർ ഷമാ മുഹമ്മദ് നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനുണ്ട്. ഞാൻ അദ്ദേഹത്തിലേക്കും തിരിച്ചു വരാം. ശ്രീ ഡിനി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരും രണ്ടാം റൗണ്ടിൽ. ഡോണ്ട് വറി. ഓക്കെ.